വള്ളികുന്നം കന്നിമേൽ ആയിക്കോമത്ത് ഭദ്രകാളി ദേവീക്ഷേത്രത്തിൽ സപ്താഹയജ്ഞത്തിന് തുടക്കമായി. തന്ത്രി ഹരി നമ്പൂതിരി ഭദ്രദീപ പ്രതിഷ്ഠ നിർവഹിച്ചു. വള്ളികുന്നം കന്നിമേൽ ആയിക്കോമത്ത് ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലാണ് സപ്താഹ ജ്ഞാനയജ്ഞത്തിന് തുടക്കമായത്. തന്ത്രി ഹരി നമ്പൂതിരി ഭദ്രദീപ പ്രതിഷ്ഠ നിർവഹിച്ചു. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും മേൽശാന്തി ഷിബു നീലകണ്ഠന് പൂറ്റി പകർന്നു നൽകിയ ദീപം യജ്ഞശാലയിൽ തെളിച്ചു. ആലപ്പുഴ മുരളീധരനാണ് യജ്ഞാചാര്യൻ. മലയാലപ്പുഴ പ്രദീപ് യജ്ഞഹോതാവും പാങ്ങോട് രാജേഷ്, മാമ്പുജ ജയപ്രകാശ്, കുമരഞ്ചിറ ഷാജി എന്നിവർ യജ്ഞ പൗരാണികരുമാണ്. യജ്ഞത്തിന് മുന്നോടിയായി ഉണ്ണികൃഷ്ണൻ കുശസ്ഥലിയുടെ നേതൃത്വത്തിൽ ശ്രീധരീയം കുതിരപ്പന്തിയുടെ പാരായണ പ്രഭാഷണത്തോടു കൂടിയുള്ള ഏകാഹ നാരായണീയ യജ്ഞവും നടത്തി. മണിക്കല്ല അച്യുതന്റെ കൂടെ കേൾക്കുന്നത് കേട്ടോ. 11:30 എല്ലാവരും വന്നിരിക്കുക. ഭാഗങ്ങളെല്ലാം തന്നെ പറയുന്ന സ്ഥലം എവിടെയാ? നൈമിശാരണ്യം എന്ന സ്ഥലത്താണ്. ആ നൈമിശാരണ്യം എന്ന സ്ഥലത്ത് ശൗനകാദി മഹർഷിമാര് യാഗം തുടങ്ങുമ്പോൾ അവിടെ വേദവ്യാസന്റെ ശിഷ്യനായ സൂത പൗരാണികൻ അവിടെ കടന്നു ചെല്ലുമ്പോഴും അവർ പറയുന്ന ഒരു വാചകമുണ്ട്. എന്താണ് വാചകം മനസ്സിലാക്കേണ്ടത്? 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സത്രം, ഒരു ബ്രഹ്മസത്രമാണ്. ആ സത്രത്തിലാണ് ഈ കഥകളെല്ലാം തന്നെ നമ്മുടെ 18 പുരാണങ്ങളും പറഞ്ഞിരിക്കുന്നത്. ആ സത്രത്തിലാണ്. അവിടെ പറയുന്ന ആ കഥാരൂപമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ഭാഗവതമാണെങ്കിലും, അല്ലെങ്കിൽ ദേവീ ഭാഗവതമാണെങ്കിലും, ശിവപുരാണമാണെങ്കിലും, ഇതിഹാസ പുരാണമായ മഹാഭാരതമാണെങ്കിലും, മറ്റു പുരാണങ്ങളെല്ലാം തന്നെ എന്താണ്? ഇവിടെ നൈമിശാരണ്യത്തിൽ ശൗനകാദി മഹർഷിമാര് യാഗം നടത്തിയപ്പോൾ പറഞ്ഞ കഥകളാണ് പറയുന്നത്. ഓരോ കഥകൾ പറയുമ്പോഴും ആ കഥകൾക്ക് എല്ലാത്തിനും തന്നെ എന്തുണ്ട്? മാഹാത്മ്യങ്ങളുണ്ട്. ആ മാഹാത്മ്യത്തിന്റെ സവിശേഷതയാണ് ഈ പത്മപുരാണത്തില് 192 അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് നാമത്തെ കാര്യം പറഞ്ഞേക്കാം. അതായത് മഹാദേവനടുത്ത് പാർവതീ ദേവി എന്ന് ചോദിക്കുന്ന സന്ദർഭം. ജി ചിത്രഭാനു, അഡ്വക്കേറ്റ് എൻ മധു, ഏണിക്കാട്ട് മോഹനൻ, വി വത്സകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. 11-ന് അവഭൃത സ്നാന ഘോഷയാത്രയോടെ ചടങ്ങുകൾ സമാപിക്കും. ന്യൂസ് ബ്യൂറോ.